മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയ്ക്ക് ചികിത്സയ്ക്ക് പോയതിൽ വലിയ വിമർശനമാണ് ഉയരുന്നത്. എന്നാൽ ഇതാദ്യമായിട്ടാണോ ഒരു രാഷ്ട്രീയ നേതാവ് വിദേശത്ത് ചികിത്സ തേടുന്നത്? അല്ല, മുൻപും നിരവധി നേതാക്കൾ വിദേശത്ത് ചികിത്സ നടത്തിയിട്ടുണ്ട്. അടുത്ത കാലത്തായി വിദേശത്ത് ചികിത്സ തേടിയ മുഖ്യമന്ത്രിമാർ, പ്രധാന നേതാക്കൾ അതാരൊക്കെയാണ്? നമുക്ക് നോക്കാം. ആദ്യ മുഖ്യമന്ത്രി EMS മുതൽ ഏറെക്കുറെ എല്ലാവരും വിദേശത്ത് ചികിത്സ തേടിയവരാണ്. ആദ്യമൊക്കെ ചികിത്സയ്ക്ക് സോവിയറ്റ് യൂണിയൻ പരിഗണിച്ചിരുന്നവർ പിന്നീട് അമേരിക്ക തെരഞ്ഞെടുക്കുകയായിരുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കെ ആദ്യം അമേരിക്കയിലേക്ക് ചികിത്സയ്ക്ക് പോയത് K. കരുണാകരനായിരുന്നു. 1990കളിലായിരുന്നു കരുണാകരന്റെ യാത്ര. LDF കൺവീനറായിരുന്ന കാലത്താണ് CPIM നേതാവ് VS അച്യുതാനന്ദൻ ലണ്ടനിലേക്ക് പോയത്. അക്കാലത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഇത് പ്രചാരണായുധവുമായി. കേന്ദ്ര പ്രതിരോധ മന്ത്രി സ്ഥാനത്തു നിന്ന് മാറിയ ശേഷം 2015ലാണ് AK ആന്റണി മയോ ക്ലിനിക്കിൽ ചികിത്സയ്ക്കെത്തിയത്. ഉമ്മൻചാണ്ടി വിദേശ സന്ദർശനത്തിനിടെ ലാവോസിൽ വെച്ച് അപകടം പറ്റിയപ്പോഴാണ് ആദ്യമായി വിദേശത്ത് ചികിത്സ തേടിയത്. പിന്നീട് പോയത് മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് മാറിയ ശേഷവും. 2019 US-ലും ജർമ്മനിയിലും മാറി മാറി അദ്ദേഹം ചികിത്സ തേടിയിരുന്നു. അവരവരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ചികിത്സ എവിടെ വേണമെന്ന് ആർക്കും തീരുമാനിക്കാം. രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവരും അത് ഉപയോഗപ്പെടുത്തുന്നു എന്നതേയുള്ളൂ. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ. അപ്പോൾ വിമർശകർ കേരളത്തിലെ ആരോഗ്യ മേഖല നമ്പർ 1 അല്ലേ, പിന്നെ എന്തിന് മുഖ്യമന്ത്രി ചികിത്സയ്ക്ക് പോയി എന്ന് ചോദിക്കുമ്പോൾ, വിദഗ്ധ ചികിത്സ ആവശ്യമുള്ളപ്പോൾ അത് ആവശ്യമുള്ളവർ വിദേശത്താണത് ലഭ്യമെങ്കിൽ അത് അവിടെ പോയി ചെയ്യും. അങ്ങനെ ചികിത്സയ്ക്ക് പോയ ഒരാളെ ചികിത്സ പൂർത്തിയാക്കി വരട്ടെ, അതിനെയും നമ്മൾ വിമർശന ബുദ്ധിയോടെ കാണണോ എന്നൊരു ചോദ്യവും അവിടെ നിൽക്കുന്നുണ്ട്.